തീർച്ചയായിട്ടും കഴിഞ്ഞ ഇതിൻ്റെ മന്ത്രി പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അമരത്ത് നിന്നുകൊണ്ട് ഒരുപാട് വ്യക്തികളുടെ നേതൃത്വത്തിലും ഉറക്കമൊഴിഞ്ഞ രാത്രികളിലുള്ള കഠിനാധ്വാനത്തിൻ്റെയും ഫലമായിട്ട് അച്ഛൻ്റെ ഈ ഒരു സ്വപ്നം ഇവിടെ പൂവണിയായിരുന്നു. ഈ ഒരു മുഴുവൻ ടീമിൻ്റെ ഇവിടെ നമ്മൾ കാണുന്നില്ലാത്ത ഒരുപാട് ആളുകളുടെയും ഒപ്പം നിന്നുകൊണ്ട് അച്ഛൻ എന്താണ് ഇന്ന് ഈ കൾമിനേഷൻ ടൈമിൽ തോന്നുന്നത്? സദ്ഗമയ ഒരു ദർശനമോ ഒരു ആഗ്രഹമോ ആയിരുന്നുവെങ്കിൽ ഇന്ന് അതൊരു യാഥാർത്ഥ്യമായി തീർന്നിരിക്കുകയാണ്. ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായി ഈ കാര്യങ്ങൾ ക്രമീകരിക്കുവാനും അതിലുപരിയായി അനേക ആയിരങ്ങൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കാൻ സാധിച്ചു എന്നുള്ള വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അത് വലിയൊരു കൂട്ടായ്മയുടെ ഒരു ബലമാണ്. അനേകർ ഏകദേശം 500ഓളം പേർ ഈ ഒരാഴ്ചയായി ഇവിടെ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇന്ന് അനേകർക്ക് ഇതൊരു അറിവും അറിവിലൂടെ വീണ്ടും ഈ ഒരു സമൂഹത്തെ ചേർത്ത് നിർത്തേണ്ടത് ഈ മാതാപിതാക്കന്മാരുടെ മാത്രം ഒരു കാര്യമല്ല, പൊതുസമൂഹത്തിൽപ്പെട്ട നമ്മൾ ഏവരുടെയും ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും വകതിരിവിലേക്കും പൊതുസമൂഹം വന്നു എന്നുള്ളതാണ്. ഇവിടെ വന്ന് കണ്ടവരൊക്കെയും വീട്ടിൽ ചെന്ന് അയൽക്കാരെയും നാട്ടുകാരെയും കൂട്ടിക്കൊണ്ടുവരുന്ന വലിയ ഒരു ആഘോഷത്തിൻ്റെയോ അല്ലെങ്കിൽ വലിയ ഒരു ധാർമ്മിക മുന്നേറ്റത്തിൻ്റെ ഒരു അനുഭവമായിട്ടാണ് തോന്നുക. അപ്പോൾ ഇത് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു വിജയത്തിലേക്കും അതിലുപരിയായി അനേക ആയിരങ്ങളിലേക്ക് ലക്ഷങ്ങളിലേക്ക് നാം ഉദ്ദേശിച്ച സന്ദേശം കൊടുത്തുകൊണ്ട് ഭിന്നശേഷിയുള്ള പ്രത്യേകിച്ച് ബൗദ്ധികമായ വെല്ലുവിളി നേരിടുന്ന ഓരോ ആളും മറ്റേതൊരു പൗരനെയും പോലെ ജീവിക്കാൻ അവകാശമുള്ളവരാണ് എന്നും അവരുടെ അവകാശങ്ങൾ എവിടെയെങ്കിലും ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിടപെടാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട് എന്ന് പൊതുസമൂഹത്തെ ഓർമ്മപ്പെടുത്തുവാനും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനുള്ള വലിയൊരു അവസരമായി ഇത് മാറി. ആ ഒരു വലിയ സംതൃപ്തിയാണുള്ളത്. ഈ അവസരത്തിൽ എനിക്ക് ഈ കൂട്ടായ്മയിൽ നിലകൊണ്ട് വളരെ ക്ലേശങ്ങൾ സഹിച്ച് ഇതിനെ വളർത്തുവാൻ സഹായിച്ച എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദിയും കടപ്പാടുമാണുള്ളത്. ദൈവം കാലാവസ്ഥ ആദ്യ ദിവസത്തിൻ്റെ തലേ ദിവസം മഴയുണ്ടായിരുന്നു. എല്ലാ വിധത്തിലുമുള്ള ക്രമീകരണങ്ങളിലും ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം 500ഓളം പേര് രാപകൽ ഇതിനു വേണ്ടി അധ്വാനിച്ചു. അതിൻ്റെ ഫലമാണ് നമ്മൾ ത്യാഗപൂർവ്വം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ഏതൊന്നും പരാജയപ്പെടില്ല, വിജയിക്കുമെന്നുള്ള തെളിവാണ്. അതുകൊണ്ട് മന്ത്രി സൂചിപ്പിച്ച കാര്യം തന്നെ ഓർമ്മയിൽ നമുക്ക് സൂചിപ്പിച്ചുകൊണ്ട് സദ്ഗമയ മറ്റൊരു വലിയ അക്ഷയമായ യാത്രയ്ക്കുള്ള ഒരു മുതൽക്കൂട്ടാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന നിമിഷം മുതൽ അവനെ വളർത്തി ജീവിതത്തിൻ്റെ പല വഴികളിൽ കൊണ്ടുവന്ന് ഈ സ്തംഭത്തിൽ നമ്മൾ കാണുന്നത് പോലെ അഗ്നി ചിറകുകളിൽ ഏറ്റി അവനെ പറപ്പിക്കുവാൻ ലോകത്തിൻ്റെ എല്ലാ വ്യാസുകളിലേക്കും എത്തുവാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അതിന് നമ്മൾക്കൊരു താങ്ങാകുവാൻ ചിറകൊന്ന് ഉയർത്തി കൊടുക്കുവാൻ ഉള്ള ഒരവസരമായി ഇത് വന്നിരിക്കുന്നു. ഇതിലുള്ള സന്തോഷവും നന്ദിയും കൂടുന്ന എല്ലാവരെയും അറിയിക്കുവാനും തുടർന്ന് ഇതൊരു തുടക്കമാണ്. ഈ തുടക്കത്തിൽ നിന്ന് ഉണർന്ന് നാം ഉൾപ്പെടുന്ന ഏവരും ഈ ഒരു ചിന്തയെ അല്ലെങ്കിൽ ഈ ഒരു ആശയത്തെ ഈ ഒരു ധാർമ്മിക ഇടപെടലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടവരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. എന്തായാലും നമ്മളിപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ മലനാട് TV ഇന്ത്യയിലെ ഫസ്റ്റ് NGO മീഡിയ എന്നുള്ളൊരു ചാനലിൻ്റെ ജോണറിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ കടന്നു വരുന്നത്. ഡോക്ടർ ജോയിലൂടെയും ഡോക്ടർ ജിനു റൂഷിയിലൂടെയും ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരാൻ ഒരു അവസരം കിട്ടി. അപ്പോഴാണ് ഇവിടെ ഈ പറയുന്ന ഏഞ്ചൽസ് എബിലിറ്റി ഫെസ്റ്റ് നടക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഈ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സ്പെഷ്യൽ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതിന് പ്രധാന കാരണം പെസ്റ്റിസൈഡിൻ്റെ ഉപയോഗവും ഭക്ഷണത്തിലുള്ള മായം ചേർക്കലുമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് കേരളത്തിൽ 2 തവണ മലനാട് TV യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു യാത്ര കഴിഞ്ഞ വർഷം നടന്നു. ഈ വർഷം നമ്മൾ ഉടൻ തന്നെ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പുനർജനി എന്നാണ് യാത്രയുടെ പേര്. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അസോസിയേറ്റ് ചെയ്യാം. നമ്മുടെ ഈ സ്ഥാപനത്തിന് അസോസിയേറ്റ് അച്ഛനും ഈ മുന്നോട്ട് വെച്ച ഒരു തിരുനാളം കേരളം മുഴുവൻ വ്യാപിക്കുവാൻ ഇവിടെ നടന്ന വീഡിയോയുടെയൊക്കെ കട്ട്സൊക്കെ നമുക്ക് എല്ലാ ക്യാമ്പസുകളിലും കാണിച്ചുകൊണ്ട് അവിടെ കാണിക്കാൻ സാധിക്കും. നമുക്ക് കേരളത്തിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഭക്ഷണത്തിലുള്ള മായം നമുക്ക് പെട്ടെന്ന് നിർത്താൻ സാധിക്കില്ല. പക്ഷേ കുടിക്കാൻ തരുന്ന ശുദ്ധജലം അത് ഗവൺമെൻറ്റിൻ്റെ സെക്ടറിൽ നിന്ന് തരുന്നതാണെങ്കിൽ അതിൽ ഒരു തരത്തിലുള്ള മായം ഉണ്ടാകാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ മിനിസ്ട്രി
ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ 80 സെലക്റ്റഡ് ആയിട്ടുള്ള കലാലയങ്ങളിലെ കുട്ടികളുടെ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തിയിട്ട് അത് സ്റ്റേറ്റിനും സെൻട്രൽ മിനിസ്ട്രിക്കും നൽകുന്നതിന് വേണ്ടി ഒരു ശ്രമമാണ് മലനാട് TV നടത്തുന്നത്. ആക്ച്വലി ദൈവഹിതം കൊണ്ട് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലും അതിനോട് സമാന്തരമായ ചിന്താഗതിയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ധന്യരാണ്. എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. മുന്നോട്ട് വെച്ചിട്ടുള്ള അച്ഛൻ കൊളുത്തിയിട്ടുള്ള ഒരു വലിയ തിരുനാളം രാജ്യം ഒട്ടാകെ പരക്കണം. അതുമാത്രമല്ല ലോകത്തു നിന്ന് തന്നെ ഇങ്ങനെയുള്ള ജനറ്റിക് ഡിസോർഡറുള്ള കുട്ടികളുടെ ജനനം നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. പെസ്റ്റിസൈഡ് ഫ്രീ വേൾഡ് ഉണ്ടാകും. താങ്ക് യു. So congratulations to all of us. Let's give a huge round of applause for this entire Sadgamaya team. Thank you. You are watching India's first NGO television, Malanadu TV India.